കൊച്ചു മുതലാളി. നിങ്ങളല്ല എല്ലാവരും ക്വസ്റ്റ്യൻ ചോദിക്കാറ്. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഈ കടാപ്പുറത്ത് ഞാൻ ഈ വെള്ളം വെള്ളിയിട്ടുണ്ട്, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അതാ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ചിരിക്കാനല്ല പറഞ്ഞത്. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടുതലായിട്ടും കണ്ടുവരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീച്ചിനും പബ്ലിസിറ്റിക്കും പൈസയ്ക്ക് വേണ്ടിയിട്ട് സ്ത്രീകൾ കാണിച്ചു കൂട്ടുന്ന അഴിഞ്ഞാട്ടത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ രേണുസുധിയുടെയൊക്കെ വീഡിയോ നിരന്തരമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പല ആൾക്കാരും കമൻ്റ് ഇടുന്നതാണ്, രേണുസുധി ചെയ്യുന്നത് മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ, അല്ലാതെയൊക്കെ സോഷ്യൽ മീഡിയയിൽ എന്തോരം അവളുമാർ ഓരോ അപരാധങ്ങൾ കാണിക്കുന്നു, എന്തുകൊണ്ട് നിങ്ങൾ അവർക്കെതിരെ സംസാരിക്കുന്നില്ല? പ്രത്യേകിച്ച് നിമിഷ ബിജു, അതുപോലെ പമ്പ എന്ന് പറയുന്ന ഒരു സ്ത്രീ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കെതിരെ എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല? അവർക്കെതിരെയൊക്കെ സംസാരിക്കാൻ ഭയമാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ കമൻ്റ് ഇടുന്നുണ്ടായിരുന്നു. എന്തായാലും അതിനെതിരെ രണ്ടു വാക്ക് സംസാരിക്കണമെന്ന് തോന്നി. ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഞാൻ ഇതിനു മുന്നേയും വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു താരമാണ് നിഷാന. അതായത് യൂട്യൂബിൽ മെമ്പർഷിപ്പ് ലൈവ് എന്ന ഒരു അപരാധം കാണിക്കുന്ന ഒരു സ്ത്രീയാണ് ഈ പറയുന്ന നിഷാന. ഇവർക്കെതിരായിട്ട് അവർക്കെതിരെ ഞാൻ വീഡിയോ ചെയ്യുകയും അത് കണ്ടിട്ട് അവരുടെ ഒരു ഫോട്ടോ ഞാൻ വെച്ചു എന്ന് പറഞ്ഞിട്ട് അവരെനിക്ക് സ്ട്രൈക്ക് തരികയും ചെയ്തു. അതിൻ്റെ പേരിൽ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിനു മുന്നേയും പല വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ ഞാൻ അവർക്കെതിരായിട്ട് വീണ്ടും വീഡിയോ ചെയ്തു. അങ്ങനെ അവരെ ഞാൻ ബോഡി ഷേമിങ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അവർ പരാതി കൊടുക്കുകയും എനിക്കെതിരെ ഒരു വക്കീൽ നോട്ടീസ് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ എൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ തിരക്കി. അവരുടെ വീടങ്ങ് കൊല്ലമാണ്. കൊല്ലത്തുനിന്ന് ഇങ്ങാലപ്പുഴ വരികയും നമ്മുടെ വീടിനടുത്തെത്തുകയും എൻ്റെ അഡ്രസ്സും പേരും എല്ലാം അവർ കളക്ട് ചെയ്തുകൊണ്ട് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഒരു പ്രത്യേകതരം ഒരു സ്ത്രീയാണ്. അവർക്ക് ഭയങ്കരമായിട്ടൊരു അവരെ ആരെങ്കിലും അവർക്കെതിരെ സംസാരിച്ചാൽ, അവർക്കെതിരെ ആരും സംസാരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അവർക്കെതിരായിട്ട് ഇങ്ങനെയൊക്കെ ആരെങ്കിലും പ്രതികരിച്ചാൽ, സംസാരിച്ചാൽ അവരോടൊക്കെ അവർക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ദേഷ്യമായിരിക്കും. പിന്നെ അങ്ങനെ അവർ എനിക്കെതിരെ വക്കീൽ നോട്ടീസ് അയക്കുകയും അവർക്കെതിരെ ചെയ്ത വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും, അങ്ങനെയൊക്കെയുള്ള ചില ഭീഷണിയൊക്കെ നടത്തുകയും, അങ്ങനെ അന്നത്തെ ആ ഒരു സാഹചര്യത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുമായിട്ട് മുട്ടി നിൽക്കാനുള്ള എന്താ പറയുക, ഒരു ധൈര്യം ഇല്ലായിരുന്നു. അത് ഞാൻ യൂട്യൂബ് തുടങ്ങിയ ഒരു സമയത്തൊക്കെ ആയിരുന്നു. അങ്ങനെ ഞാൻ അവർക്കെതിരെ ചെയ്ത വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ആയപ്പോൾ ഇപ്പോൾ അതൊന്നും എനിക്കൊരു വലിയ ഒരു കാര്യമേ അല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിമിഷ ബിജോയ്ക്കെതിരെയും ഞാൻ ഇതിന് മുന്നേയൊക്കെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ പിന്നെ അവർ എനിക്ക് വന്ന് കമൻ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റഗ്രാമിലൊക്കെ അവർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, കുടുംബം നോക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് കമൻ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് നാളുകൾക്ക് മുന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഇവരൊക്കെ കാണിച്ചു കൂട്ടുന്ന ഇമാതിരി അപരാധം കാണുമ്പോൾ സംസാരിക്കാതിരിക്കാൻ തോന്നുന്നില്ല. കാരണം സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ സ്വന്തം കുടുംബം കഴിയാൻ വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്ന അപരാധങ്ങൾ, ഈ പറയുന്ന ഈ സ്ത്രീകൾക്കൊക്കെ മക്കളും കുടുംബവും ഒക്കെ ഉള്ളതാണ്. ഇവർ പറയുന്നത് എന്താ, കുടുംബം നോക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയുന്നു. നാളെ ഈ കുട്ടികൾ വളർന്ന് വലുതായി വരുമ്പോൾ ആ കുട്ടികൾ എങ്ങനെ മനുഷ്യരുടെ മുഖത്ത് നോക്കുമെന്ന് ആലോചിച്ച് നോക്കി. അമാതിരി അപരാധങ്ങളാണ് ഓരോ സ്ത്രീകളും കാണിച്ചു കൂട്ടുന്നത്. അതുപോലെ തന്നെ ചില ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട്. 100-ൽ 80% ട്രാൻസ്ജെൻഡേഴ്സും എല്ലാം അപരാധങ്ങളാണ് കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അവർക്കെതിരെയും നമുക്കൊന്നും സംസാരിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾ അവർക്കെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ, പിന്നെ നമ്മൾ അവർക്കെതിരെ സംസാരിച്ചു, അവരെ സമൂഹത്തിന് മുന്നിൽ നാണക്കെടുത്താൻ ശ്രമിച്ചു, പിന്നെ അവർ നമുക്കെതിരെ പരാതി കൊടുക്കും. അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പക്ക അപരാധം തന്നെയാണ്. എന്തായാലും ഇപ്പോൾ ഈ ട്രാൻസ്ജെൻഡേഴ്സിനെതിരായിട്ട് ഇപ്പോൾ ഒരു പുതിയൊരു നിയമമൊക്കെ വരാൻ പോവുകയാണല്ലോ. അപ്പം ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് ആ നിയമം നിലവിൽ വരണം. യഥാർത്ഥമായിട്ട് സർജറിയും കാര്യങ്ങളൊക്കെ ചെയ്ത ട്രാൻസ്ജെൻഡേഴ്സ് അവർ ജീവിക്കട്ടെ. അല്ലാത്തതുങ്ങളുടെയൊക്കെ ഫേക്കായിട്ടുള്ളതുങ്ങളുടെ പണി പൂട്ടണം എന്ന് തന്നെ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ എന്തായാലും കുറച്ച് വീഡിയോസ് ഞാനിവിടെ കാണിച്ചു തരാം. കണ്ടല്ലോ, കുറച്ചധികം വീഡിയോസ് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അതിൽ
മെയിനായിട്ട് എല്ലാവരും വന്ന് കമൻ്റ് ഇട്ട് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ട് നിമിഷ ബിജോയ്ക്കെതിരെയും അതുപോലെ പമ്പ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയും ഇവർ രണ്ടുപേരും കൂടെ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളൊന്നും നിങ്ങൾ കാണുന്നില്ല, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇവർക്കെതിരെ പ്രതികരിക്കാത്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവർക്കെതിരെ ഒക്കെ ഞാൻ എൻ്റെ ചാനലിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവർക്കെതിരെയൊക്കെ നമ്മൾ എത്ര പ്രതികരിച്ചാലും അല്ല ഇവരെയൊക്കെ നമ്മൾ എന്തൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാലും അവർക്കതൊരു പ്രശ്നമേ അല്ല. അവരെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവിലൂടെ മാത്രമാണ് അവരൊക്കെ റീച്ചായി വരുന്നത്. നാണവും മാനവും ഉളുപ്പും ഇല്ലാത്ത സ്വന്തം ശരീരം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് അതിൽ നിന്നും ഒരു എന്താ പറയുക വരുമാനം ഉണ്ടാക്കുക. അതായത് ഈ പറയുന്ന നിമിഷ ബിജു ആയിക്കോട്ടെ, അല്ലെങ്കിൽ അങ്ങനെ കുറേ ആൾക്കാർ ഇപ്പോൾ മെയിനായിട്ട് ഇൻസ്റ്റഗ്രാമിലാണ് സബ്സ്ക്രിപ്ഷൻ വഴിയാണ് കൂടുതൽ പണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് 10 അല്ലെ 300 400 രൂപയ്ക്ക് ഒരാൾ സബ്സ്ക്രൈബ് ചെയ്താൽ തന്നെ അങ്ങനെ ഒരു 10 അല്ലെ 15 20 ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മാസം എത്ര രൂപ അവർക്ക് വരുമാനം കിട്ടും. അതുപോലെയാണല്ലോ ഇപ്പോൾ രേണു സുധിയും സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയത്. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ വരുമാനം ഉണ്ടാക്കുന്ന കുറേ അവളുമാരുണ്ട്. അവളുമാർക്കൊന്നും നാണമില്ല, മാനമില്ല. ഇവർക്കൊക്കെ കല്യാണം കഴിഞ്ഞ് കുട്ടികളുമൊക്കെ ഉള്ളതാണ്, 1 2 മക്കളൊക്കെ ഉള്ള തള്ളകളാണ് വന്നിട്ട് ഇമ്മാതിരി അവരെ അതും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇതിനെതിരെ പ്രതികരിക്കുമ്പോൾ ഇവളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ എണ്ണങ്ങൾ വന്നിട്ട് കമൻ്റ് ഇടും, നിനക്കൊക്കെ അസൂയല്ലേ, നീയൊക്കെ എന്തിനാ അവളുടെ വീഡിയോ എടുത്ത് ചെയ്യുന്നത്, നിനക്കൊക്കെ ഇഷ്ടമല്ലെങ്കിൽ കാണാതിരുന്നാൽ പോരെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമൻ്റ് ഇടും. ഇതുപോലുള്ള അപരാധ വീഡിയോസൊക്കെ വരുന്നു. നമ്മളൊക്കെ എത്ര നോട്ട് ഇൻട്രസ്റ്റ് കൊടുത്താലും ഇതൊക്കെ വരുവാണ്. അപ്പോൾ പിന്നെ നമ്മളിത് എത്രയാണെന്ന് വെച്ചിട്ട് ഇതൊക്കെ കണ്ടിട്ട് മിണ്ടാതിരിക്കുന്നത്, എത്രയാണെന്ന് വെച്ചിട്ടാണ് മിണ്ടാതിരിക്കുന്നത്. ഒരുപാട് ആൾക്കാരാണ് ഇപ്പോൾ ഇതുപോലെ ഈ സ്ത്രീകൾ ഇമാതിരി അപരാധങ്ങൾ കാണിക്കുന്നതിനെതിരെയൊക്കെ സംസാരിക്കുന്നത്. മെയിനായിട്ട് സ്ത്രീകൾ ഇപ്പോൾ വരുമാനം ഉണ്ടാക്കുന്നത് സ്വന്തം മാറിടം പ്രദർശിപ്പിച്ചിട്ട് കൊണ്ടാണ്. അതാണ് എല്ലാവരും ഒരു വരുമാന മാർഗ്ഗമാക്കിയിരിക്കുന്നത്. അത് കാണിക്കുക, അത് കാണിച്ചിട്ടാണ് വരുമാനം ഉണ്ടാക്കുന്നത്. ഇതിനെതിരെയൊക്കെ ഒരുപാട് പുരുഷന്മാർ തന്നെ പ്രതികരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു സ്ത്രീ എന്ത് വൃത്തികേട് കാണിച്ചാലും അവർക്കെതിരെ പരാതിയില്ല. പക്ഷേ ഒരാണ് ഇതേ രീതിയിലുള്ളൊരു നഗ്നതാ പ്രദർശനം നടത്തിയാൽ അതിനെതിരെ പരാതി ഉണ്ടാവില്ലേ, അതിനെതിരെ കേസെടുക്കത്തില്ലേ? അപ്പോൾ സ്ത്രീകൾക്ക് എന്ത് വൃത്തികേട് വേണമെങ്കിലും കാണിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്ത്രീകൾക്ക് വരെ അപമാനമാണ് ഇങ്ങനെയുള്ള കുറേ പ്രാന്ത് പിടിച്ചതുങ്ങൾ. അവരുടെ റീച്ചിനും പണത്തിനും പ്രശസ്തിക്കും വേണ്ടിയിട്ട് അവർ കാണിക്കുന്ന എന്തോ, നമ്മുടെ സമൂഹത്തിലേക്ക് അവർ കൊടുക്കുന്ന മെസ്സേജ് എന്താണ്, ഇങ്ങനെയും പണം ഉണ്ടാക്കാം. കൊച്ചു കുട്ടികൾ പോലും ഇപ്പോൾ യൂട്യൂബ് ഇതൊക്കെ കാണുന്ന സമയമാണ്. ആ ഒരു സമയത്ത് അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ പഠന കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അവർക്ക് ഏതെങ്കിലുമൊക്കെ സമയത്ത് മൊബൈൽ നോക്കേണ്ടി വരും. ആ ഒരു സമയത്ത് അവർ യൂട്യൂബൊക്കെ എടുക്കുമ്പോൾ കാണുന്ന എന്തുവാ, ഇമാതിരി വൃത്തികേടുകളാണ്. ഇതൊക്കെ കാണിക്കുന്ന അവളുമാരുടെ വീട്ടിലും പിള്ളേരുള്ളതാണ്. ആ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോകുന്നതല്ലേ. ഈ സ്വന്തം അമ്മ ഇങ്ങനെയൊക്കെ കാണിക്കുന്ന അപരാധങ്ങളൊക്കെ എത്രയോ ടീച്ചേഴ്സും അല്ലെങ്കിൽ സ്കൂളിലെ മറ്റ് കുട്ടികളുമൊക്കെ കാണുന്നുണ്ടാവും. എത്ര നാണക്കേടാണെന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പോൾ ഇങ്ങനെയുള്ളവന്മാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ കുടുംബം നോക്കാൻ വേണ്ടിയിട്ടാണ്, കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന്. വേറെ എത്രയോ മാർഗ്ഗങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ ഇൻസ്റ്റഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ വഴി പൈസ ഉണ്ടാക്കുന്ന ഒരുപാട് അവളുമാരുണ്ട്, പ്രത്യേകിച്ച് ട്രാൻസ്ജെൻഡേഴ്സ്. എൻ്റെ പൊന്നെ, ഒരു നാണവും മാനവും ഇല്ലാത്ത കുറേ എണ്ണങ്ങളുണ്ട് കേട്ടോ. ട്രാൻസ്ജെൻഡേഴ്സിൽ തന്നെ ഇമാതിരി അപരാധങ്ങൾ കാണിക്കുക, പണം ഉണ്ടാക്കുക. ട്രാൻസ്ജെൻഡേഴ്സിൻ്റെയൊക്കെ ഒരു വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരിങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ അത് കണ്ട് ആസ്വദിക്കാനും അല്ല അതൊക്കെ കണ്ട് കുളിര് കോരുന്ന കുറേ എണ്ണങ്ങളുണ്ട്. ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, ഞരമ്പ് രോഗികളായിട്ടുള്ള കുറേ എണ്ണങ്ങളുണ്ട്. പക്ഷേ എല്ലാ ആണുങ്ങളും ആ ഗണത്തിൽപ്പെടുന്നതും അല്ല. ഇതുങ്ങളെയൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഞാനൊന്നും പറയുന്നില്ല. കാരണം നമ്മളിതിനെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവരെ അധിക്ഷേപിച്ചു മറ്റതാണ് മറിച്ചാണെന്നൊക്കെ പറയും. ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെ പറയാതിരിക്കും എന്ന് പറ, എങ്ങനെ പറയാതിരിക്കും? നമ്മളിതിനെതിരെ പ്രതികരിച്ചാലും കുറ്റം, പ്രതികരിച്ചില്ലേലും കുറ്റം. ഇപ്പോൾ കുറേ ആൾക്കാർ കമൻ്റ് ഇട്ടെന്ന് ഞാൻ പറഞ്ഞു, രേണുവിനെ മാത്രം എന്തുകൊണ്ട് പറയുന്നു, വേറുള്ളവർ കാണിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേന്ന്. നമ്മൾ ഇതിനെതിരെയൊക്കെ സംസാരിച്ചിട്ടാലും നമ്മളെ ഇതിനും തെറി പറഞ്ഞു വരുന്ന ആൾക്കാരുണ്ട്. നിനക്കൊക്കെ വേറെ പണിയില്ലേ, മറ്റതാ മറിച്ചാന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ കേരളത്തിൽ ഇമാതിരി അപരാധങ്ങൾ നിർത്തലാക്കാൻ എന്തെങ്കിലും ഒരു നിയമം എത്രയും പെട്ടെന്ന് തന്നെ വരണം. കാരണം വസ്ത്ര സ്വാതന്ത്ര്യം ഓരോരുത്തരുടെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞാൽ പോലും ഇമാതിരി വൃത്തികേട് കാണിച്ചു കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ ഇതിനെതിരെ സംസാരിക്കാതിരിക്കും, പ്രതികരിക്കാതിരിക്കും? എന്തായാലും ഉടനടി തന്നെ കേരളത്തിൽ ഒരു നിയമം വരണം. മാന്യമായിട്ടുള്ള വസ്ത്രധാരണം, അതുപോലെ ഈ മാറിടം പ്രദർശിപ്പിക്കാതിരിക്കുക, അങ്ങനെ കാണിക്കുന്നവർക്കെതിരെയൊക്കെ പരാതി എടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇത് കണ്ട് മടുത്ത് നമുക്ക് തന്നെ നാണം കെട്ട് എന്താ ഇതിനെതിരെ പറയണ്ടേ. എന്നാലും ചില പുരുഷന്മാരും ഇതിനെതിരെയൊക്കെ സംസാരിക്കുന്നുണ്ട്. നമുക്ക് അതിൻ്റെ കുറച്ച് വീഡിയോസ് കാണാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പറഞ്ഞോ. കേരളത്തിലെ ആദ്യത്തെ സബ്സ്ക്രിപ്ഷൻ ആണുങ്ങളുടെ
അതായത് പെണ്ണുങ്ങളെ തുണൂരി കാണിച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ല, ആരും ചോദിക്കാനൊന്നുമില്ല. ആണുങ്ങളെ തുണൂരി കഴിഞ്ഞാൽ പ്രശ്നമാണ്. തുല്യത വേണം. ഞങ്ങൾ തുടങ്ങാൻ പോവാണ്. 199 സബ്സ്ക്രിപ്ഷൻ 199 പറഞ്ഞാല് നമ്മ ഈ തോർത്തോട്ട് ഇങ്ങനെ പൊക്കിട്ട് ഈ തോട്ടയുടെ സൈഡ് കാണിക്കും. പെർഫോമൻസ് 199 രൂപ മാത്രമേ ഉള്ളൂ. അതെ, 899 രൂപയ്ക്ക് ഫുൾ നൂഡ് കാണിക്കും. പിന്നെ 12 ഇഞ്ച് നീളം 3 ഇഞ്ച് വീതിയോടുള്ള പെർഫോമൻസ് ഉള്ളില് കുട്ടന്റെ. അതെ, 14 ഇഞ്ച് വീതിയും 4 ഇഞ്ച് കനോ. പെർഫോമൻസ് കാണണമെങ്കിൽ നിങ്ങൾ 899 രൂപ മാത്രമേ ഉള്ളൂ. വെറും 899 രൂപ പറയാ. അപ്പഴാണ് വെറും 899 രൂപയ്ക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഫുൾ നൂഡായിട്ടുള്ള വീഡിയോസ് കാണാം. സബ്സ്ക്രിപ്ഷനിൽ കയറിട്ട് ലൈക്ക് അടിക്കുക. നമുക്ക് കാശ് വരാ ഞങ്ങളുടെ നൂഡായിട്ടുള്ള പീസ് കാണാം. അതെ, അപ്പൊ വീട്ടിലിരുന്ന് കൊണക്കാണ്ട് അക്കൗണ്ടിൽ കയറിയിട്ട് കൊണക്കേ. ഓക്കെ അല്ലേ?